നീ പകപോക്കണല്ലടാ. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. ഒന്നമ്മേ, ഓ നീ ഓൺലൈനിൽ നിന്ന് ഏതെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ? എന്തേ? കലം ബിരിയാണിയുമായി ഒരാൾ വന്ന് നിൽക്കുന്നു. കലം ബിരിയാണി അല്ല, ഇത് മറ്റേ അത് എന്താണ്? ഇതാ ചിപ്സ്. ഒന്നമ്മേ, ഓ കട്ടൻ ചായയുടെ ബാലൻസ് വല്ലതും ഇരിപ്പുണ്ടോ? ആ ഉണ്ട്. എങ്കിൽ 2 ഗ്ലാസ് ചൂടാക്കി ഇങ്ങെടുക്കുക. ഇവിടെ ഒരുത്തൻ ചിപ്സുമായിട്ട് വന്നിരിക്കുന്നു. ഈ ചിതാ ചിപ്സ് എന്തിൽ നിന്നുണ്ടാക്കുന്നതാണ്? ചിപ്സ് അല്ല, ഇത് മറ്റേ ചിതാ പപ്സ്. പപ്സോ? എന്തുവാണ് പയറുന്നേ? എടോ ഇത് ചിതാഭസ്മം. ചിതാഭസ്മം കുടത്തിനകത്ത് വെക്കുന്നത്. അതന്നെ. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാ, ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാവിലെ തൊട്ടാ ഭാരതപ്പുഴ അവിടെ നിന്ന് കറങ്ങുക. എരിപൊരി വെയിലും. നിങ്ങളെ മോൻ വന്ന് ഞാൻ തൊടുക്കാൻ നേരത്ത് തടഞ്ഞാലേ എന്റെ കഥ മുന്നോട്ട് പോകത്തുള്ളൂ. എടോ ഇയാൾക്ക് തെറ്റി. ഇയാൾ വരേണ്ടത് ഇവിടെ അല്ല. ഇത് സ്ഫടികത്തിലെ തിലകനും സ്ഫടികത്തിലെ മോഹൻലാലിന്റെ വീടാണ്. ഇയാൾ വരേണ്ടത് നരസിംഹത്തിലെ മോഹൻലാലിന്റെ വീട്ടിലാണ്. അപ്പൊ എനിക്ക് വീട് മാറിപ്പോയി. നിങ്ങൾക്ക് വീട് മാറി. വീട് മാറിപ്പോയി. ഇതേത് സിനിമ? ഏത് സ്ഫടികമാണ്? അടിയോ? ആ അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഫിഗറിലെങ്കിലും ഞാൻ സൗണ്ടിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. മൊത്തം വന്ന് കുളവാക്കാതെ പറഞ്ഞേക്കാം. അപ്പൊ ഒന്ന് ആ മോനെ ഒന്ന് പറഞ്ഞു വിട്ടേക്കണേ, ഭാരതപ്പുഴയുടെ അങ്ങോട്ട്. ഇതൊന്ന് ഒഴുക്കണോ ഇത് എങ്ങനെയെങ്കിലും? എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് ഇത് പിന്നെ അച്ഛന്റെ കാലിന്റെ നഖം വെട്ടണം, ചന്ദന മുട്ടി മേടിക്കണം. ഒന്ന് പുള്ളി വരുമ്പോ അങ്ങോട്ട് പിള്ളേരുണ്ടാകുമോ? സുഹൃത്തം ചെയ്യണം ഇങ്ങനത്തെ പിള്ളേരെ. പറഞ്ഞു വിടണേ. പറഞ്ഞുവിടാം.